തെരഞ്ഞെടുപ്പ് ആവേശം അതിന്റെ അവസാന ലാപ്പിലേക്ക് എത്തുകയാണ്. ഈ ഘട്ടത്തിൽ കോട്ടയത്തെ LDF സ്ഥാനാർത്ഥി തോമസ് ചാഴികാടൻ നമുക്കൊപ്പം ചേരുകയാണ്. ആവേശം അതിന്റെ അവസാന ലാപ്പിലേക്ക് എത്തുന്നു. എത്രത്തോളം പ്രതീക്ഷയാണ് ഉള്ളത്? ആദ്യം മുതൽ ജനങ്ങളിൽ നിന്നും നല്ല പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. ഓരോ ദിവസം കടന്നു പോകുമ്പോഴും ആ പ്രതികരണം വളരെ പോസിറ്റീവായി നല്ല നിലയിലേക്ക് മാറിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരാഴ്ച കാലത്തിനിടയിൽ നിരവധി മണ്ഡലങ്ങളിൽ പര്യടനം നടത്തിയപ്പോൾ എല്ലാ പ്രദേശത്തും ജനങ്ങൾ വലിയ സ്വീകരണമാണ് നൽകിയത്. അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ അവസാന നിമിഷം വരെ അത് നിലനിർത്താൻ കഴിഞ്ഞു എന്നതിൽ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ജനങ്ങൾ വളരെ ആവേശത്തോടു കൂടിയാണ് ഓടിക്കൂടുന്നത്. രാഹുൽ ഗാന്ധി ഇവിടെ എത്തി ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചോദിച്ചു പോയി. ആ വോട്ട് ചോദ്യത്തെ താങ്കൾ എത്രത്തോളം പ്രതീക്ഷയാണ് നോക്കിക്കാണുന്നത്? ഞാനും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള കേരള കോൺഗ്രസിൻ്റെ പ്രതിനിധിയാണ് ഞാൻ. ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് ഇടതുപക്ഷ പാർട്ടികളും. അതുകൊണ്ട് അദ്ദേഹം തീർച്ചയായും എനിക്ക് കൂടെ വേണ്ടിയിട്ടാണ് വോട്ട് ചോദിച്ചിരിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇങ്ങനെ പറയുമ്പോഴും UDF പറയുന്നു UDF വഞ്ചിച്ചു എന്നൊക്കെ പറയുന്നു. ശരിക്കും പറയാം UDF വഞ്ചിച്ചത് ഫ്രാൻസിസ് ജോർജ് ആണെന്നല്ലേ പൊതുജനം വിലയിരുത്തുക? അദ്ദേഹം UDF ആണോ LDF ആണോ എന്നുള്ളത് അദ്ദേഹം വിശദീകരിക്കേണ്ടത്. കാരണം നേരത്തെ LDF പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം 2 തവണ MP ആയത്. ഇപ്പോഴാണ് UDF വന്ന് UDF പ്രതിനിധിയാണ് എന്ന് പറഞ്ഞു നിൽക്കുന്നത്. അദ്ദേഹം ഒരു അംഗീകൃത രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധിയല്ല. കേരള കോൺഗ്രസ് പലതുണ്ട് എന്ന് എല്ലാവരും പറയുമ്പോഴും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ അംഗീകാരം കിട്ടിയ ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കേരള കോൺഗ്രസ് M ആണ്. ഞാൻ അതിൻ്റെ പ്രതിനിധിയാണ്. തുടക്കം മുതൽ ഞാൻ കേരള കോൺഗ്രസ് എമ്മിൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ 2 എന്നും മത്സരിച്ചിട്ടുള്ളത്. ഇന്നും അങ്ങനെ തന്നെയാണ് മത്സരിക്കുന്നത്. ഇത് 8ാമത്തെ തെരഞ്ഞെടുപ്പാണ്. 8 തെരഞ്ഞെടുപ്പിലും 2 ചിഹ്നത്തിലാണ് ഞാൻ മത്സരിച്ചത്. അദ്ദേഹത്തിന് അത് പറയാൻ കഴിയില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. വലിയൊരു മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണോ ഉള്ളത്? നല്ല ഭൂരിപക്ഷം ഉണ്ടാവും, യാതൊരു സംശയവുമില്ല. ജനങ്ങൾ അത്രമാത്രം നല്ല പ്രതീക്ഷയാണ് നൽകുന്നത്. അത്തരത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ നല്ല രീതിയിൽ നല്ല ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കാൻ കഴിയും എന്നതിന് യാതൊരു സംശയവുമില്ല. ഇടതുപക്ഷത്തിലൂടെ നടത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം എത്രത്തോളം ആവേശമുണ്ടായിരുന്നു? എത്രത്തോളം കൂട്ടായ ഒരു പ്രവർത്തനമായിരുന്നു? ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെല്ലാം CPM നേതൃത്വത്തിൽ വളരെ നല്ല സഹകരണമാണ് ഈ ഇലക്ഷനിൽ നടത്തിയിട്ടുള്ളത്. എല്ലാ പ്രദേശങ്ങളിലും ഏറ്റവും താഴെ തലം വരെ പ്രചരണ പരിപാടികൾ നടത്തുന്നതിൽ വളരെ വിജയകരമായി നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞു. അതിന് ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ എല്ലാം സഹകരണം ഉണ്ടായിരുന്നു. അത് വളരെ വിജയകരമായി നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും തോമസ് ചാഴികാടൻ വലിയ ആവേശത്തിലാണ്. ആ ആവേശം അദ്ദേഹത്തിന്റെ വാക്കുകളിലും വ്യക്തമാണ്. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.